എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് 8ാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രം 9ാമത്തെ ചാപ്റ്റർ ചലനം എന്ന ഭാഗവുമായിട്ടാണ്. ഇതിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ പ്രതിപാദിക്കാൻ നാം ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കിയെടുക്കുന്നത് ആ വസ്തു അറിയപ്പെടുന്നത് അവലംബക വസ്തു എന്നാണ്. ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ നാം ഏതു വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കിയെടുക്കുന്നത് ആ വസ്തു അറിയപ്പെടുന്നത് അവലംബക വസ്തു എന്നാണ്. ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ നാം ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കിയെടുക്കുന്നത് ആ വസ്തു അറിയപ്പെടുന്നത് അവലംബക വസ്തു. അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് ഒരു വസ്തുവിന്റെ സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ ആ വസ്തു എന്തിലാണെന്ന് പറയാം? ആ വസ്തു ചലനത്തിലാണെന്ന് പറയാം. അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് ഒരു വസ്തുവിന്റെ സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ ആ വസ്തു എന്തിലാണെന്ന് പറയാം? ആ വസ്തു ചലനത്തിലാണ് എന്ന് പറയാം. അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് ഒരു വസ്തുവിന്റെ സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ ആ വസ്തു എന്തിലാണെന്ന് പറയാമെന്ന് ചോദിച്ചാൽ ചലനത്തിലാണ് എന്ന് പറയാം. സഞ്ചരിച്ച പാതയുടെ നീളത്തെ എന്തു പറയുന്നു? ദൂരം എന്നാണ് പറയുക. സഞ്ചരിച്ച പാതയുടെ നീളത്തെ നമ്മൾ ദൂരം എന്ന് പറയുന്നു. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാദൂരം അറിയപ്പെടുന്നത് സ്ഥാനാന്തരം എന്നാണ്. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തിലേക്കുള്ള നേർരേഖാദൂരം അറിയപ്പെടുന്നത് സ്ഥാനാന്തരം. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ. സ്ഥാനാന്തരം പ്രസ്താവിക്കുമ്പോൾ സഞ്ചരിച്ച ദൂരത്തിന്റെ പരിമാണത്തോടൊപ്പം എന്തും കൂടെ സൂചിപ്പിക്കണം? ദിശയും കൂടെ സൂചിപ്പിക്കണം. സ്ഥാനാന്തരം പ്രസ്താവിക്കുമ്പോൾ സഞ്ചരിച്ച ദൂരത്തിന്റെ പരിമാണത്തോടൊപ്പം എന്തും കൂടെ സൂചിപ്പിക്കണമെന്ന് ചോദിച്ചാൽ ദിശയും കൂടെ സൂചിപ്പിക്കണം. പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന ഭൗതിക അളവുകൾ അറിയപ്പെടുന്നത് സദിശ അളവുകൾ എന്നാണ്. പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന ഭൗതിക അളവുകൾ അറിയപ്പെടുന്നത് സദിശ അളവുകൾ. പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന ഭൗതിക അളവുകൾ അറിയപ്പെടുന്നത് സദിശ അളവുകൾ. ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകൾ അറിയപ്പെടുന്നത് അദിശ അളവുകൾ എന്നാണ്. ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകൾ അറിയപ്പെടുന്നത് അദിശ അളവുകൾ എന്നാണ്. സ്ഥാനാന്തരം എന്ത് തരം അളവാണ് എന്ന് ചോദിച്ചാൽ സദിശ അളവാണ്. സ്ഥാനാന്തരം എന്ത് തരം അളവാണ്? സദിശ അളവാണ്. സ്ഥാനാന്തരം എന്ത് തരം അളവാണ്? സദിശ അളവാണ്. ഒരു വസ്തു സഞ്ചരിക്കുന്നത് നേർരേഖയിലൂടെ ഒരേ ദിശയിലായിരിക്കുമ്പോൾ അതിന്റെ ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും അളവുകൾ എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. ഒരു വസ്തു സഞ്ചരിക്കുന്നത് നേർരേഖയിലൂടെ ഒരേ ദിശയിലാകുമ്പോൾ അതിന്റെ ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും അളവുകൾ എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തുല്യമായിരിക്കും. ഒരു വസ്തു സഞ്ചരിക്കുന്നത് നേർരേഖയിലൂടെ ഒരേ ദിശയിലായിരിക്കുമ്പോൾ അതിന്റെ ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും അളവുകൾ തുല്യമായിരിക്കും. യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരം അറിയപ്പെടുന്നത് വേഗം എന്നാണ്. യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരം അറിയപ്പെടുന്നത് വേഗം. യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരം അറിയപ്പെടുന്നത് വേഗം. യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരം പ്രവേഗമാണ്. യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരം പ്രവേഗം. ദൂരം ബൈ സമയമാണ് നമ്മൾ വേഗം കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ദൂരം ബൈ സമയമാണ് നമ്മൾ വേഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും
ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് നോട്ടിക്കൽ മൈലാണ്. വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് നോട്ടിക്കൽ മൈൽ. വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് നോട്ടിക്കൽ മൈൽ. ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ആണ് എന്ന് ചോദിച്ചാൽ 1.852 കിലോമീറ്റർ ആണ്. ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ആണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1.852 കിലോമീറ്റർ ആണ്. കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്നതിനുള്ള യൂണിറ്റ് നോട്ട്, KNOT ആണ് സ്പെല്ലിങ്. കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാന്ന് ചോദിച്ചാൽ നോട്ടാണ് എന്നുള്ളത് തിരിച്ചറിയാം. മണിക്കൂറിൽ ഒരു നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗം അറിയപ്പെടുന്നത് ഒരു നോട്ട് എന്നാണ്. മണിക്കൂറിൽ ഒരു നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗം അറിയപ്പെടുന്നത് ഒരു നോട്ട് എന്നാണ്. ചലനത്തിലുള്ള ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിന്റെ വേഗം സമവേഗമാണ്. ചലനത്തിലുള്ള ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിന്റെ വേഗം സമവേഗം. ചലനത്തിലുള്ള ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിന്റെ വേഗം സമവേഗം. ചലനത്തിലുള്ള ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമല്ല സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിന്റെ വേഗം അസമവേഗമാണ്. ചലനത്തിലുള്ള ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമല്ല സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിന്റെ വേഗം അസമവേഗമാണ്. വാഹനത്തിന്റെ വേഗം അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്റർ ആണ്. വാഹനത്തിന്റെ വേഗം അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്റർ. സഞ്ചരിച്ച ആകെ ദൂരം ബൈ സമയം എന്തിന്റെ സമവാക്യമാണ് ശരാശരി വേഗം? സഞ്ചരിച്ച ആകെ ദൂരം ഡിവൈഡഡ് ബൈ സമയം ഏതിന്റെ സമവാക്യമാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരാശരി ദൂരത്തിന്റെ സമവാക്യമാണ്. ഒരു വസ്തുവിന്റെ ചലനദിശ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വസ്തുവിന്റെ പ്രവേഗത്തിന് എന്ത് സംഭവിക്കും? പ്രവേഗം മാറിക്കൊണ്ടിരിക്കും. ഒരു വസ്തുവിന്റെ ചലനദിശ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വസ്തുവിന്റെ പ്രവേഗത്തിന് എന്ത് സംഭവിക്കും? പ്രവേഗം മാറിക്കൊണ്ടിരിക്കും. ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവ് തുല്യ സമയ ഇടവേളകളിൽ തുല്യമായിരിക്കുകയും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ആ വസ്തുവിന്റെ പ്രവേഗം സമപ്രവേഗത്തിലായിരിക്കും. ഒന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവ് തുല്യ സമയ ഇടവേളകളിൽ തുല്യമായിരിക്കുകയും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ആ വസ്തുവിന്റെ പ്രവേഗം സമപ്രവേഗത്തിലായിരിക്കും. വേഗം, ദിശ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് മാറിയാൽ വസ്തുവിന്റെ പ്രവേഗം അസമപ്രവേഗമായിരിക്കും. വേഗം, ദിശ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് മാറിയാൽ വസ്തുവിന്റെ പ്രവേഗം അസമപ്രവേഗമായിരിക്കും. പ്രകാശം ശൂന്യതയിൽ സഞ്ചരിക്കുമ്പോൾ പ്രവേഗം സമപ്രവേഗമായിരിക്കും. പ്രകാശം ശൂന്യതയിൽ സഞ്ചരിക്കുമ്പോൾ പ്രവേഗം സമപ്രവേഗമായിരിക്കും. സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടു നീങ്ങുന്ന ട്രെയിനിന്റെ പ്രവേഗം അസമപ്രവേഗമാണ്. സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടു നീങ്ങുന്ന ട്രെയിനിന്റെ പ്രവേഗം ഏത് എന്ന് ചോദിച്ചാൽ അത് അസമപ്രവേഗമാണ്. ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോഴും നിർബാധം താഴേക്കു പതിക്കുമ്പോഴും അതിന്റെ ആദ്യ പ്രവേഗം 0. ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോഴും നിർബാധം താഴേക്ക് പതിക്കുമ്പോഴും അതിന്റെ ആദ്യ പ്രവേഗം 0 ആയിരിക്കും. ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാകുമ്പോൾ ആ വസ്തുവിന്റെ അന്ത്യപ്രവേഗം 0 ആയിരിക്കും. ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാകുമ്പോൾ ആ വസ്തുവിന്റെ അന്ത്യപ്രവേഗം 0 ആയിരിക്കും.
മുകളിലേക്ക് എറിയപ്പെടുന്ന വസ്തുക്കൾ അതിന്റെ സഞ്ചാരപഥത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തുമ്പോൾ അന്ത്യപ്രവേഗം 0 ആയിരിക്കും. മുകളിലേക്ക് എറിയപ്പെടുന്ന വസ്തുക്കൾ അതിന്റെ സഞ്ചാരപഥത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തുമ്പോൾ അന്ത്യപ്രവേഗം 0 ആയിരിക്കും. പ്രവേഗമാറ്റത്തിന്റെ നിരക്കിനെ എന്തു പറയുന്നു എന്ന് ചോദിച്ചാൽ ത്വരണം എന്നാണ് പറയാ. പ്രവേഗമാറ്റത്തിന്റെ നിരക്കിനെ എന്തു പറയുന്നു? ത്വരണം. ത്വരണം എന്ത് തരം അളവാണ്? സദിശ അളവാണ്. ത്വരണം എന്ത് തരം അളവാണ്? സദിശ അളവാണ്. പ്രവേഗമാറ്റം ബൈ സമയമാണ് ത്വരണത്തിന്റെ സമവാക്യം. പ്രവേഗമാറ്റം ബൈ സമയം = ത്വരണം. ത്വരണമുണ്ടാകുന്ന സന്ദർഭങ്ങളൊന്ന് വായിച്ചു പോവാം. തെങ്ങിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനം, ഉരുട്ടിവിട്ട പന്ത് നിശ്ചലമാകുന്നത്, ഇറക്കത്തിൽ ഉരുട്ടിവിട്ട പന്തിന്റെ ചലനമൊക്കെ ത്വരണമുണ്ടാകുന്ന സന്ദർഭത്തിന് ഉദാഹരണമാണ്. ത്വരണത്തിന്റെ യൂണിറ്റ് m/s² ആണ്. ത്വരണത്തിന്റെ യൂണിറ്റ് m/s². ഏറ്റവും വേഗത്തിൽ പായുന്ന ജീവി ചീറ്റപ്പുലിയാണ്. ഏറ്റവും വേഗത്തിൽ പായുന്ന ജീവി ചീറ്റപ്പുലി. 2 സെക്കൻഡ് കൊണ്ട് ചീറ്റപ്പുലിക്ക് വേഗം 0 നിന്ന് 20 m/s വരെ എത്താനാവും. ത്വരണം നെഗറ്റീവ് ആണെങ്കിൽ അതിനെ എന്തു പറയുന്നു? മന്ദീകരണം എന്ന് പറയുന്നു. ത്വരണം നെഗറ്റീവ് ആണെങ്കിൽ അതിനെ മന്ദീകരണം എന്ന് പറയുന്നു. മന്ദീകരണത്തിന്റെ യൂണിറ്റ് m/s² ആണ്. ത്വരണത്തിന്റെ യൂണിറ്റ് പോലെ തന്നെ മന്ദീകരണത്തിന്റെ യൂണിറ്റും m/s² ആണ്. 36 ചോദ്യങ്ങളോളം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇവ. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.